ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് കപ്പലണ്ടി കൊണ്ട് രുചികരമായ ഒരു മിഠായി നമുക്ക് തയ്യാറാക്കാം. സാധാരണയുള്ള കപ്പലണ്ടി മിഠായിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മിഠായിയാണിത്. ഇതിനാദ്യം നമുക്ക് കപ്പലണ്ടി തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. സാധാരണ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കപ്പലണ്ടിയാണ്. തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് ആ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അങ്ങ് പൊടിക്കണമെന്ന് നിർബന്ധമില്ല, ചെറിയൊരു തരിതരിപ്പായിട്ട് പൊടിച്ചാലും മതി. ഇവിടെ ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് മാറ്റാം. പാന് ചെറിയ ചൂടിൽ പാനിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർക്കാം. ഇത് 1 കപ്പ് ശർക്കരയുണ്ട്. ഈ ശർക്കര കൂടി ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിക്കണം. കൂടുതൽ വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം മതി. നല്ലപോലെ ആ ശർക്കരയൊന്ന് ലയിച്ച് ചേരുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മാത്രമുള്ള വെള്ളം ഒഴിക്കുക. ഇത് വെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിൽ നമുക്കിത് കുറുക്കിയെടുക്കണം. തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് തന്നെ വേണ്ട ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന്. വളരെ ഈസിയാണ്. ഇനി നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു മിക്സർ മാറ്റാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായി ഒന്ന് ആറുമ്പോൾ നമുക്ക് കയ്യിൽ പിടിക്കുന്ന പരുവാകുമ്പോഴേക്കും ഒരു കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിലേക്ക് കുറേശ്ശെ ഈ മിക്സർ എടുത്ത് നമുക്ക് ബോളാക്കി എടുക്കാം. ഏകദേശം ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള ബോളാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു കപ്പലണ്ടി കൂടി വെച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളവയെല്ലാം നമുക്ക് ചെറിയ ചെറിയ മിഠായികളാക്കി മാറ്റാം. കപ്പലണ്ടി മിഠായി റെഡി ആയിട്ടുണ്ട്. ഇത് സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടുള്ളതാണ്. സാധാരണ കപ്പലണ്ടി മിഠായിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സോഫ്റ്റായിട്ടുള്ളൊരു മിഠായിയാണിത്. ഇത് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാകും. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് കമൻറ്റായി നിങ്ങൾ അറിയിക്കാൻ മറക്കരുതേ.